Hello, welcome to Pets and Ref. This is Anju. ഇന്നത്തെ നമ്മുടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പോൾ വീട്ടിൽ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 200 രൂപയുടെ താഴെ വരുന്ന ഐറ്റംസ് ആണ് വേണ്ടുള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് ആദ്യം ഇവിടെ ഒരു ആണി അടിച്ചു കൊടുക്കാം. ആണി അടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കറോ ഡബിൾ സൈഡ് ടേപ്പൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു ആണി അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം ബാക്കി എങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക. ഞാനിപ്പോൾ ഒരു പെൻസിലിൽ ഒരു ത്രെഡ് ഇതേപോലെ കെട്ടിയിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ച് നെയിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത്. ഈ മുകളിൽ കെട്ടിയിട്ടുള്ള ഈ ടോപ്പിൽ കെട്ടിയിട്ടുള്ള ആണിയിൽ ഈ കയറൊന്ന് ചുറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഏകദേശം ഇതേ ഒരു ലൈന് ഇവിടെ മാർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ അതിനുശേഷം ഈ കയറൊന്ന് ചെറുതാക്കിയിട്ട് വേറൊരു പോയിന്റ് കുറച്ച് ഇതിൽ ഈ മുന്നേ മാർക്ക് ചെയ്തതിന് കുറച്ച് ഇങ്ങനെയുള്ളൊരു പോയിന്റിൽ ഇവിടെ മാർക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. അതായത് ഇങ്ങനെ ചെരിഞ്ഞ് വരണം, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഈ കയറ് വീണ്ടും ചെറുതാക്കിയിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഓൾറെഡി ഇവിടെ 2 ആണി ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആണി അടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യാം. ഇതാണ് ക്രിസ്മസ് ട്രീ ആയിട്ട് നമ്മൾ വെക്കാൻ പോണ സംഭവം. അപ്പോൾ ഇത് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ സൂപ്പർ മാർക്കറ്റിലും സാധാരണ കടകളിലും പാർട്ടിക്ക് ഡെക്കറേഷൻ ചെയ്യണ ഐറ്റംസ് കിട്ടണ എല്ലാ ഷോപ്പിലും കിട്ടണ ഒരു സാധനം തന്നെയാണിത്. ഇതിന് ഞാൻ ഇവിടെ വാങ്ങിയപ്പോൾ 9 ദിർഹമാണ് ആയത്. നാട്ടിലൊരു 200 രൂപയുടെ താഴെയാണ് വരുള്ളൂ. ഇതിപ്പോൾ 40 അടി നീളമുള്ള ഒരു പാർട്ടി ഡെക്കറേഷൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വയറാണ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ബെൻഡാക്കി ഇടാം. അപ്പം ഞാൻ ഇതിനെ ഹാഫായിട്ട് മടക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള തിക്നെസ് കിട്ടും. ഇനി ഇതിനെ മടക്കിയതിന് ശേഷം നമ്മൾ ഈ മുകളിൽ ആണിയിൽ ഇതൊന്ന് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ആണിയിലൊന്ന് കൊണ്ടുവന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഓരോന്നിലേക്ക് നമ്മളൊരു ഞാൻ ഈ ഇങ്ങനെ കിടക്കണ സെയിം ലൈനിലുള്ള ആണിയിലുള്ളത് ഞാനൊന്ന് ലൂസാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് വളഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാൻ മുറിച്ചിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കിയിരുന്നു. അത് നമുക്കിവിടെ ഈ ക്രിസ്മസ് ട്രീയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയിൽ കുറച്ച് LED ലൈറ്റ്സും നമ്മുടെ കയ്യിൽ കോർക്ക് ലൈറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. LED ലൈറ്റ്സൊക്കെ ഒരുവിധം എല്ലാ വീട്ടുകളിലും ഉണ്ടാവും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ തൂക്കണ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളും ചെറിയ ബോളും ബെല്ലുകളും ഒക്കെ നമുക്ക് ഇതിൽ തൂക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആണി അടിക്കാൻ സജസ്റ്റ് ചെയ്തത്. സോളാറിൽ വർക്ക് ചെയ്യണ കോർക്ക് LED ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാറ്ററി മാറ്റേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല. ഇനി സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് സാധനങ്ങൾ വാങ്ങണ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് നിവർത്തി അതിൽ ഞാനൊരു സ്റ്റാർ വരച്ചു കൊടുത്തിരിക്കുകയാണ്. സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർ വരച്ചിട്ട് അത് നമ്മുടെ സാധാരണ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ക്രിസ്മസിൻ്റെ ഒരു തീം എന്ന് പറയണത് റെഡും വൈറ്റും കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു റെഡ് ബോർഡറും വൈറ്റ് ഉള്ളിൽ പെയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സിൽവർ ഗ്ലിറ്റർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൻ സ്റ്റാറും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ചെറിയ ബഡ്ജറ്റാണ് ആവുള്ളൂ. നമുക്ക് സ്പേസ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വാളിൽ മൗണ്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, സ്പേസ് സേവിങ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ ക്രിസ്മസിന് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.